ഞാൻ പാലക്കാടൻ സ്റ്റൈലിൽ തേങ്ങ അരച്ച് ചേർത്തിയ ഒരു അയിലക്കറി അയിലച്ചാറാണ് വയ്ക്കാൻ പോണത്. ഇത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചു. അത് ഞാൻ കത്തിക്കുകയാണ്. കത്തിച്ചതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ പോവട്ടെ, അതിലത്തെ വെള്ളമെല്ലാം പോവട്ടെ. അതിന് ശേഷം നമുക്ക് എണ്ണ പോയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തി കൊടുത്തോളൂ കേട്ടോ. അതിലോട്ട് കടുക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടി വരട്ടെ കേട്ടോ. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ വലിയുള്ളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മൂത്ത് വരട്ടെ. ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. വഴണ്ട് വരിക എന്നുള്ളതിനെ ഞങ്ങൾ മൂത്ത് വരിക എന്നും പറയും കേട്ടോ. നിങ്ങൾ എന്താ പറയുന്നതെന്നുള്ളതിനെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഏകദേശം നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. അതിലോട്ട് ഞാൻ ചെറിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൽ വലിയ തക്കാളി ഇല്ലായിരുന്നു, അപ്പോൾ ചെറിയ തക്കാളി അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഈ തരത്തിൽ കട്ട് ചെയ്ത് കുറച്ച് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഓടയും. അപ്പോൾ നമുക്ക് ഷേപ്പിലൊന്നും കാര്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തക്കാളിയും ഉള്ളിയും ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. വഴണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒന്ന് ഉടച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പേസ്റ്റ് പരുവത്തിലാക്കരുത് എന്നെങ്കിൽ ഈ പരുവം മതി. ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഒന്നിന് വെറുതെ കട്ട് ചെയ്തിടുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ ഇടാണെങ്കിലും കുഴപ്പമില്ല. അതിനോടൊപ്പം തന്നെ ഞാൻ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിൽ നമ്മുടെ പുളിയുണ്ട്. വാളൻ പുളിയാണ് കേട്ടോ, കുടംപുളിയല്ല, വാളൻ പുളി. അത് നമുക്ക് ചാറിൻ്റെ അളവ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ഞാൻ പുളി കൂട്ടിയിട്ട് ഒഴിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് നാളത്തേക്കും ഇഷ്ടമാണ്. ഏട്ടനും മക്കൾക്കൊക്കെ മീൻചാറ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചാറ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ മീൻചാറ് എന്നൊക്കെ പറയും, മീൻ പുളി എന്നും നമ്മളൊക്കെ പറയും. നിങ്ങളൊക്കെ എന്താ ഇതിനെ പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷമാണ് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്തുക. അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അതിലോട്ട് നമുക്ക് ഉപ്പ് കൈയളവാണ് കേട്ടോ. ഞാനൊക്കെ ഉപ്പ് ഇതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ചേർത്തു. ഞാൻ അതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പാക്കറ്റ് മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് വലിയ തോതിലൊന്നും മഞ്ഞൾ പിടിക്കുന്നില്ല. അപ്പം ഞാൻ കൂടുതൽ ചേർത്താണ് കേട്ടോ. അതിൽ മുളക് ഞാൻ ഇവിടെ ചേട്ടനും മക്കൾക്കൊക്കെ കാരം കുറച്ച് ഇഷ്ടമാണ്. കാരം പറഞ്ഞാൽ എരിവ് കേട്ടോ. നമ്മളിവിടെ കാരം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അതിനെന്താ നിങ്ങളെന്താ പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരം എരിവ് എന്നൊക്കെയാണ് നമ്മളിവിടെ പറയുക. അതും കൂടെ ആഡ് ചെയ്തു. എന്നതിന് ശേഷം ഒരു മീനിൻ്റെ ഒരു സ്മെല്ല് കുറയ്ക്കാൻ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്
അത് ഞാൻ ഇതിലോട്ട് ചേർത്തി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ല മണം കേട്ടോ. ഇപ്പം തന്നെ നല്ല മണമാണ്. ചോറ് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്ന അത്രയും നല്ല മണമാണ് വരുന്നത്. ഇതിലോട്ട് ഇതാ തേങ്ങ, ഒരു 1.5 മൂടി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. കാരണം ഇത് നാളത്തേക്കും പറഞ്ഞല്ലോ, ചേട്ടനും മക്കൾക്കൊക്കെ നാളത്തേക്കാണ് ഇത് കൂടുതലായിട്ടും അവർക്ക് ഇഷ്ടമാവുക. അപ്പം ഞാൻ നാളത്തേക്കും കൂടിയിട്ടാണ് ഈ ചാറ് വയ്ക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ പുളിയുടെ വെള്ളത്തിൽ ഈ തേങ്ങ അരച്ച് ചേർത്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുക. കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ, കട്ടി വേണ്ട, കനം വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾക്കിത് കനം കൂടുതലാണ്, ഇത്രയും തിക്നെസ് ആയിട്ട് ഇവിടെ ഒഴിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിൽ ആഡ് ചെയ്യാണ് കേട്ടോ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇത് തിളയ്ക്കാൻ വിടണം കേട്ടോ. 5 മിനിറ്റോളം തിളയ്ക്കാനോട്ട് വിടാം. എന്നതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് ആവിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിലോട്ട് മീൻ ഇടുകയാണ്. മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് നമുക്ക് ഉപ്പ്, മുളക് അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെന്ന് പറയുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ അത് മീനിലോട്ട് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കുറവുണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ മീൻ ചേർത്തുന്നതിന് മുന്നുള്ള ചാറ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അപ്പം നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മീൻ ഇട്ട ഉടനെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം ഇതിലത്തെ എല്ലാ എന്താ പറയുക, ഉപ്പും മുളകും മസാലക്കൂട്ടുകളൊക്കെ മീനിന് വലിച്ചെടുക്കും. അപ്പോൾ ഇത് ചിലപ്പോൾ ഉപ്പോ എരിവോ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ വേണ്ടത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ മീൻ ഈ ചാറിലിരുന്നുകൊണ്ട് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട് മണം വരുന്നുണ്ട് കേട്ടോ. മോനൂട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അവൻ മണം തന്നെ ഇഷ്ടമായിട്ട് എനിക്ക് ഇപ്പം തന്നെ ചോറ് കഴിക്കാൻ തോന്നുന്നമ്മ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാനപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ. ഇത് മോന് എല്ലാം കറക്റ്റാണെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. ഞാനും ടേസ്റ്റ് ചെയ്തു, എല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ കറിവേപ്പില ഞാൻ എന്താ മേലെ ഇട്ട് കൊടുക്കുകയാണ്. കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കണ്ടോ, ഇനി ഇതിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം ഇത് ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കുക, ചാറായിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ.